വെൽക്കം ബാക്ക് യുനോ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ്. ഞാനിപ്പോ പോകുന്നത് പുരം ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഇനി നമുക്ക് എല്ലാ ഫുഡുകളും കണ്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. അതെല്ലാവരും ക്ഷമിക്കണം. മാക്സിമം ഞാൻ അവിടെ കണ്ടതെല്ലാം കേട്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ചെറിയൊരു യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്, റോഡ് പണി നടക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് ഫുഡ് വെറൈറ്റികളെല്ലാം നിർത്തിവെച്ചു. ഫുഡ് സ്ട്രീറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പേ JCB പുറകിൽ കാണുന്നു. എങ്കിലും നമ്മൾ എല്ലാവരും ചുറ്റിക്കണ്ടു വരാം. അതിൻ്റെ ബാക്കിലാണ് കൂടുതൽ ഫുഡുകൾ ഉള്ളത്. നമ്മൾ തളരാണ്ട് മുന്നോട്ട് പോകാം. ആദ്യം തന്നെ ഇവിടുത്തെ പാനിപൂരിയിൽ നിന്ന് സ്റ്റാർട്ടാവാം. പാനിപൂരിന്റെ പാത്രം കണ്ടോ, ഇത് ഇല കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റ് ആണ്. ഇവിടെ പാനി എന്ന് വിളിക്കുന്നതാണ് ഈ കാണുന്ന രസം. നമ്മുടെ വീട്ടിന് രസം എന്ന് പറയും, പക്ഷെ അതാണ് ഈ പാനിപൂരിന്റെ പ്രധാന ഘടകം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണ്. കഴിക്കുമ്പോൾ ഒരു പുളിയും ഒരു എരിവും ഒരു മധുരവും ഒക്കെ കൂടി ഒരു മിക്സായ ഒരു ഇതാണ് പാനിപൂരി. ഇനി ഇവിടെ എന്താണെന്ന് നോക്കാം. ഇത് ക്രീം കേക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ബോംബെ എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് കർണാടകന്റെ സ്പെഷ്യൽ ഒബ്ബട്ട്. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റോട് കൂടിയ ഒരു സ്നാക്സ് ആണ് ഇത്. ഇത് ഞാൻ പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുംബൈയിൽ കിട്ടുന്ന വടാപ്പാവ്. അങ്ങനെ ബാംഗ്ലൂരിലും കണ്ടു വടാപ്പാവ്. മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങി എന്നാലും വേണ്ടില്ല, നമ്മൾ മുന്നോട്ട് പോകുന്നു. അതാ കാണുന്ന മരത്തിൻ്റെ അവിടെ കണ്ടോ, ശരിക്കും മഴ വരുന്നത് അറിയുന്നുണ്ട്. മൊബൈൽ നനയുന്നതിന് മുമ്പ് വേഗം വീഡിയോ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. കൊമേഴ്സ്യൽ സ്ട്രീറ്റ് കണ്ടവർക്കെല്ലാം ഇത് അറിയാം. ഇതാണ് പൊട്ടാറ്റോ ട്വിസ്റ്റർ. വടാപാവിൻ്റെ വേറൊരു ഐറ്റം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ തിന്നോക്കണം, പക്ഷെ തിന്നണ്ട എന്ന് കരുതി മുന്നോട്ട് പോകുകയാണ്. ഇത് എനിക്ക് സ്പെഷ്യലാണ്, നിങ്ങൾക്കും സ്പെഷ്യലായിരിക്കും, എല്ലാവർക്കും സ്പെഷ്യലാണ്. ഈ സാധനമാണ് ബദാം മിൽക്ക്. ഇത് കണ്ടോടെ ഞാൻ വിടില്ല, ഞാൻ കുടിച്ചിട്ടേ പോവാറുള്ളൂ. നല്ല ചൂടായിട്ട് കുടിക്കണം. പിന്നെ ഇവർ തിളപ്പിച്ച് അത് കുറുകിട്ടുണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും, നല്ല രസമാണ്. ആ ബദാമും കേസരിയും ഒക്കെ കടിക്കാനും നല്ല രസമാണ്. എന്തായാലും ഒരു ഗ്ലാസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൊബൈൽ നനയുന്നത് കൊണ്ട് കയറി നിൽക്കാൻ പറഞ്ഞു.
നല്ലോണം മഴ പെയ്യുന്നുണ്ട്. സംസാരിക്കുന്നത് റെക്കോർഡ് ഞാൻ പുറത്തുനിന്നാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പം അത്ര ക്ലിയർ ആവില്ല. ഇത് കുടിച്ചവർക്കറിയാം, നല്ല രുചിയാണ്, ടേസ്റ്റുള്ള സാധനമാണ് ബദാം മിൽക്ക്. ചെറിയവർക്കും വലിയവർക്കെല്ലാം അടിപൊളിയായിരിക്കും. ഈ കാണുന്നതാണ് എന്താ പറയാ, വെള ഓ വളബട എന്നാണ് അതിന്റെ പേര്. ഇത് ചട്ടിനിയിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കും, അതാണ് അതിന്റെ രുചി. സ്ട്രീറ്റ് മുഴുവനും കാണിക്കാൻ വേണ്ടിയിട്ട് അധികം എവിടെയും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, വേഗം വേഗം മുന്നോട്ട് നടക്കുകയാണ്. ഇതൊന്നും ആരും പരിചയപ്പെടുത്തണ്ടല്ലോ മൊമ്മൂസ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഫുഡ് സ്ട്രീറ്റിൽ ഉള്ളത് തന്നെയാണ് കൂടുതലുള്ളത്. എല്ലാവരും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഇട്ടുണ്ട് എന്ന് മാത്രം. സ്റ്റാളുകൾ പുറത്തിട്ടിട്ട് തൊട്ടപ്പുറത്തെല്ലാം അതിൻ്റെ ഷോപ്പുകളുണ്ട്. മഴ കാരണം കൊണ്ട് എല്ലാവരും വേഗം നിർത്തിവെക്കുകയാണ്. ഇത് പലവിധ ചാറ്റ്സുകളാണ്, നല്ല കളർഫുൾ ചാറ്റ്സ്, എല്ലാം വെറൈറ്റീവാണ്. ഇതിൻ്റെ പേര് റുമാൽ റൊട്ടി. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, എങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഫുഡ് സ്ട്രീറ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പുരം ഫുഡ് സ്ട്രീറ്റ് ആണിത്. റുമാൽ റൊട്ടി. അപ്പം നെക്സ്റ്റ് നമുക്ക് കാണാം. ഒരു കാര്യം പറയാൻ മറന്നു, ഫുഡ് സ്ട്രീറ്റ് മുഴുവനും വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അടിപൊളിയായിട്ട് കഴിച്ചു പോകാം, വൃത്തിയുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഉള്ളത് തന്നെയാണ് ഇവിടെ അധികം ഉള്ളത്, വെറൈറ്റീവ് അധികമൊന്നുമില്ല. കാരണം ഫുഡ് സ്ട്രീറ്റിൽ ഈ പണി നടക്കുന്ന കാരണം കൊണ്ട് എല്ലാ സ്റ്റാളുകളും എടുത്തു മാറ്റിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാർക്ക് സ്ട്രീറ്റിന്റെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും കണ്ടതന്നെ ഉള്ളൂ. ഇവിടെയും റുമാൽ റൊട്ടി, പൊട്ടോട്ടോ ട്വിസ്റ്റർ, ഒബട്ട്, ഇവിടെ കുറച്ച് റൈസ് ഐറ്റംസ് കാണുന്നുണ്ട്. ഫുഡ് സ്ട്രീറ്റിൽ റൈറ്റ് ഐറ്റംസ് ആദ്യമായിട്ടാണ് കണ്ടത് ഞാൻ. മസാല ദോശ, ഒനിയൻ ദോശ, ഈ സാധനമാണ് പഡ്ഡു, നമ്മളെ ഉണ്ണിയപ്പം പോലെയൊക്കെ ഉണ്ടാവും. പുരം ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വന്നത്, പക്ഷെ പ്രതീക്ഷകളെല്ലാം മഴയത്ത് മാഞ്ഞുപോയി. ഫുഡ് സ്ട്രീറ്റ് റോഡ് പണിയിൽ മുങ്ങിപ്പോയി. ഒരുപാട് ഫുഡുകളൊന്നുമില്ല, വ്യത്യാസമൊന്നും കാണുന്നില്ല. ഒന്നാമത് മഴയും പെയ്തുകൊണ്ട് തന്നെ വേറെ സ്റ്റാളുകളിൽ കുറേ ഉണ്ട് എന്ന് മാത്രം. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.